നമസ്കാരം. നമ്മളത് പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ കുറെ പോകുന്നത്. നാൾ കൂടിയാണ് ആ, ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഇരുന്നുകൊണ്ടൊരു വീഡിയോ. അതെന്താന്ന് അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചാൽ മുന്നിലും ഒരാൾ പിന്നണിയിലുമാണ് ഒക്കെയാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്നിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ മരുന്ന് പറഞ്ഞാൽ എന്റെ തലയാണ് ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നല്ലോ. മുടി കണ്ട് എനിക്ക് കെട്ടാനില്ലായിരുന്നു, നാല് പോലെ ആയിപ്പോയിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ എന്റെ മുടി കെട്ടുമ്പോ അമ്മ ഒക്കെ പ്രാകുമായിരുന്നു, അയ്യോ കയ്യിൽ ഒതുങ്ങൂല്ലേ മുടിയെന്ന്. അതുപോലെ എനിക്ക് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കുളിച്ചൊക്കെ അങ്ങ് അഴിച്ചിട്ട് എന്റെ പുറം നിറഞ്ഞ് അങ്ങനെ കിടക്കുന്നത്, പുറം ഒന്നും കാണാൻ പറ്റുന്നത്, ഒടിഞ്ഞ് ആ മുടി അങ്ങനെ കിടക്കുന്ന എല്ലാവരും പറയും നല്ല സൗന്ദര്യം ഈ മുടി കാണാനെന്ന്. അതുപോലെ മുടി ഉണ്ടായിരുന്നു. കുളിച്ചാൽ തോർത്തിയാലൊക്കെ രാവിലെ വൈകിട്ട് കുളിച്ചാൽ തോർത്തിയാൽ രാവിലെ ഒന്നും എന്റെ മുടി തോരത്തില്ല. അതുപോലെ എന്റെ മുടി അങ്ങനെ ഉള്ളായിരുന്നു. അപ്പൊ അത് പോയിട്ട് എന്റെ മുടി അങ്ങ് ഊരിപ്പോയിട്ട് ഊരാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ അങ്ങ് തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പോരുമായിരുന്നു മുടി. അമ്മയ്ക്ക് സങ്കടമായിരുന്നു. എനിക്ക് എന്റെ മുടി കെട്ടാനില്ല. അപ്പൊ ഞാൻ കാവ്യൊക്കെ എന്നെ പറഞ്ഞ് കണ്ടിച്ച് കളയുമ്പോ പറഞ്ഞില്ലേ. അതുപോലെ ആയി പോയായിരുന്നു എന്റെ മുടി. ഭയങ്കര കടിയാണ്. പക്ഷെ താരനൊന്നും എന്റെ തലയിലില്ലായിരുന്നു. കടിക്കാൻ ചിലപ്പോ താരനുള്ളതുകൊണ്ടായിരിക്കും, നമ്മൾ അറിയില്ലെന്നല്ലേ. ഞാനിങ്ങനെ എണ്ണയൊക്കെ എന്തൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൈ നിറച്ചങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് എടുക്കുമ്പോ അങ്ങനെ കെട്ടായിട്ട് മുടി ഇങ്ങനെ പോരുമായിരുന്നു. പക്ഷെ ഞാൻ ഈ മരുന്ന് തേച്ചെനക്ക് എന്റെ മുടി ഒന്നും പൊരിയുന്നില്ല. ഇപ്പൊ എനിക്ക് മുടി പൊരിയുന്നതേ ഇല്ല. അപ്പൊ എനിക്ക് കെട്ടി വെക്കാനും മുടി ആയിട്ടുണ്ട്. ഒത്തിരി ആയില്ല, എന്നാലും ശകലമൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസം അല്ലെ, 2 മാസത്തോളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണേ അന്നേ പറയായിരുന്നു ഇതിനെ കുറിച്ച്. പക്ഷേങ്കില് നമ്മളിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പറയാന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്രയും നാള് പറയാതിരുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ സെറ്റ് ഇപ്പൊ ഇങ്ങനെ ഒന്നും കാണിച്ചാലൊന്നും മുടി പോരത്തില്ല. എനിക്ക് പേടിയായിരുന്നു വല്ലതൊക്കെ എടുക്കുമ്പോ അതിനകത്തൊക്കെ മുടി ഈ ചൊറിച്ചില് പോലെ ഉണ്ടായിരുന്നു നിന്നു അല്ലെ. അത് ശരിക്കും താരന്റെ കൊണ്ട് വരുന്നതാണ് ആ പ്രശ്നം. താരൻ കൊണ്ടാണ് ഇങ്ങനെ ചൊറിയുന്ന പോലെയുള്ള വരുന്നത് അല്ലെ. അപ്പൊ എന്താണെങ്കിലും അത് രണ്ടും നിന്നപ്പോ ഇനി ഈ മരുന്നിനെ കുറിച്ച് നിങ്ങളോട് കൂടെ പറയാന്ന് വിചാരിച്ചു അല്ലെ. ഈ മരുന്നിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ താരനും മുടി കൊഴിച്ചിലും നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി ആൾക്കാർക്കുണ്ട് അല്ലെ. ഇപ്പൊ പിന്നെ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. ഈ പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതും പിന്നെ അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ്, ഭക്ഷണശീലം, പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണ ഇപ്പൊ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും മുടി കൊഴിച്ചിലും താരനും എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു മരുന്ന് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തത്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ മരുന്ന് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ തന്നത് ഹസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ഞാനിത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചതിന്റെ കാര്യം മാത്രമാണ് അമ്മയ്ക്കറിയാവുള്ളൂ. ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാന്ന് വിചാരിച്ചാണ്. ഹസൻ എന്ന് പറയുന്ന നമ്മളുടെ തൊടുപുഴയിലുള്ള ഒരു ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടർ ഗവൺമെന്റ് ഡോക്ടറായിരുന്നു കേട്ടോ. ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്നു. അവിടുന്ന് റിട്ടയർഡ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മരുന്നാണിത്. ഓക്കെ. അപ്പൊ ഇത് ഉപയോഗിച്ച് അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അവിചാരിതമായിട്ട് എനിക്ക് അവിചാരം എന്ന് പറയുമ്പോൾ എനിക്ക് നടുവേദന കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നടുവേദനയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എല്ലാരും പറഞ്ഞു ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നടു വെട്ടിയ പോലെ ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഹസൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു. അതെന്താണെങ്കിലും ചെയ്തോടുകൂടി ഈ വേദന എനിക്ക് മാറി. എന്താണെങ്കിലും ഇപ്പൊ വേദന ഇല്ല എനിക്ക്. സത്യം പുള്ളിക്കാരൻ അവിടെ കിടന്നിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അത് കുറച്ച് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് എനിക്ക് വയറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ. വയറിന് എനിക്ക് കുറെ നാളായിട്ട് എനിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആയുർവേദ മരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് വീണ്ടും കൂടുതലായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഡോക്ടറിനെ എടുത്തിട്ട് അതിന് മരുന്ന് അതും മാറി. അപ്പോഴിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ മുടി കൊഴിച്ചിലിന്റെ കാര്യം, അമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് എടുത്ത് തരുന്നത് നമുക്ക്. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശാന്തി എന്ന് പറയുന്ന ശാന്തി ആയുർവേദിക്സ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ ഒരു ഇതിൽ കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പരസ്യമാണെന്നൊന്നും വിചാരിക്കും കേട്ടോ. ഇതൊരിക്കലും ഒരു പരസ്യമൊന്നുമല്ല. മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ മുടി. ഓരോ ദിവസം അമ്മ ഇങ്ങനെ മുടി എടുത്തിട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം. എന്റെ മുടി മൊത്തം പോവുക എന്ന് പറയാം. അമ്മ ഇങ്ങനെ
ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് എനിക്ക്. അപ്പൊ അങ്ങനെ കാണിച്ചപ്പോ ഈ സങ്കടമുള്ള കുറെ ആളുകൾ കാണും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഡെവലപ്പ് ചെയ്ത ഒരു ഓയിലാണ്, ഇത് ഒരു ഹെയർ ഓയിലാണ്. അപ്പൊ ഇത് ഒരിക്കലും ഒരു ബ്രാൻഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഒരിക്കലും നമ്മൾ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചത്. ഇതിന്റെ പേര് നന്ദന എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഇത് കണ്ടില്ലേ, നന്ദന എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണ്. നിങ്ങൾക്ക് കാണാം, നല്ല അത്യാവശ്യം നല്ല ഒരു പാക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പം വേറൊരു കാര്യം, നമുക്ക് ഈ ഓൺലൈനിലൊക്കെ ഒത്തിരി ഹെയർ ഓയിൽ അത് ഇതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ ഒരു ഹെയർ ഓയിൽ ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നു. ആ ഹെയർ ഓയിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഉള്ള മുടിയും കൂടെ പോണ അവസ്ഥയായിരുന്നു അത്. പക്ഷേങ്കിൽ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് കുറെ രണ്ട് ഫ്ലേവറിൽ ഒന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ലാവണ്ടറിന്റെ ഫ്ലേവറിന്റെ സ്മെല്ലുണ്ട്, ഇത് ലാവണ്ടറിന്റെ ഉണ്ട്, പിന്നെ വേറെ 1-2 സ്മെല്ലും കൂടി ഉണ്ട്. ഞാൻ ഈ ലാവണ്ടറിന്റെ ആണ് അവിടുന്ന് വാങ്ങിച്ചിരുന്നത്. കണ്ടില്ലേ, ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്മെല്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ തലയിൽ തേച്ചിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയത്. ഇനിയിപ്പോ ഇത് എവിടെയാണ് ഈ ഡോക്ടർ ഇതിൻ്റെ അകത്ത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറെ ആയുർവേദിക് കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഡോക്ടർ സ്വന്തമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ നന്ദന എന്ന് പറയുന്ന ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല, എങ്ങും. മനസ്സിലായില്ലേ? ഇത് പുള്ളിക്കാരെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് വലിയൊരു മാർക്കറ്റോ അല്ലെങ്കിൽ കുറെ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒന്നുമല്ല. ഇദ്ദേഹം വൈഫും രണ്ടുപേരും ഗവൺമെന്റ് ആയുർവേദ ഡോക്ടേഴ്സ് ആണ്. റിട്ടയർഡ് ചെയ്തതിനു ശേഷം അവർക്ക് ശാന്തി എന്ന് പറഞ്ഞൊരു ക്ലിനിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ നമ്പർ ഞാൻ കൊടുക്കാം. അവിടെ കിടത്തി ചികിത്സയുണ്ട്, ഇവരുടെ അടുത്ത് കിടത്തി ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ലിനിക്ക്, അവിടെ കുറെ സ്റ്റാഫ് ഒക്കെ ഉള്ള അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ അവിടെ വരുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ഹെയർ പ്രോബ്ലംസ് ഉള്ളപ്പോൾ അവര് കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു തന്ന്. അപ്പൊ ഞാൻ 2 മാസത്തോളമായി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. അന്നൊന്നും ഞാനിത് പറയാൻ, ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത്. അപ്പൊ ഈ ഹസൻ ഡോക്ടറിന്റെ നമ്പർ ഞാൻ ഇതിന്റെ അകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ ഈ ഹെയറിന്റെ പ്രശ്നം എന്ന് വേണ്ട, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലാണെങ്കിലും അദ്ദേഹത്തിലെ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം, ചോദിക്കാം. പിന്നെ ഇത് വേറെ കുറെ മരുന്നുകളെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്റെ വയറിന്റെ പ്രോബ്ലത്തിന് ഞാൻ ഒരു നെയ്യാണ് കഴിച്ചല്ലേ, വെറും വയറ്റിലൊരു നെയ്യായിരുന്നു കഴിച്ചത്. അത് കഴിച്ചോടുകൂടി ഏകദേശം സെറ്റായി. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു അവര് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇടുക്കി ആ ഒരു റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ശുദ്ധമായ മരുന്നും കിട്ടും. അതോടൊപ്പം തന്നെ നെയ്യ്, അതുപോലെ തേന്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവർക്ക് പ്യുവർ ആയിട്ടുള്ള, വളരെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണേലും ഈ ഒരു മരുന്നായിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനും അമ്മയും വന്നിട്ടുള്ളത്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ചൊരു സാധനം, നമുക്ക് നല്ലതാന്ന് തോന്നിയ ഒരു സാധനം. അമ്മയുടെ ഈ ഒരു മുടി കൂടിയിട്ട് അയ്യോ എന്റെ മുടി പോയി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന് ആ ഒരു അവസ്ഥയ്ക്ക് അത് മാറി. ഇപ്പൊ നിങ്ങളൊന്ന് കാണിക്കാം അല്ലെ, തലയോട്ടിയൊന്നും കാണത്തില്ല കേട്ടോ, മുടിയെല്ലാം ഇങ്ങനെ വന്നിട്ട്. മറ്റേ ഓട്ടിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോ അല്ലെ, ഇങ്ങനെ തേക്കുമ്പോഴേ ഇവിടെ എല്ലാം ഇങ്ങനെ പകുത്തു. മറ്റേ ചീപ്പൊന്നും കിടക്കൂലായിരുന്നു മുടിക്ക്, അപ്പൊ ചീപ്പൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ പതുക്കെ ചീപ്പി തുടങ്ങി. നരച്ച മുടിയാണെങ്കിലും കേട്ടോ, മുടി പോകുമ്പോ എല്ലാവർക്കും ഒരു സങ്കടമാണ് ഈ മുടിയൊക്കെ പോകും. അമ്മ പിന്നെ ഇന്നുവരെ ഡൈ ചെയ്തിട്ടില്ല, ഞാൻ ഡൈ എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ നരച്ച മുടിയായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ നരച്ച മുടിയാണെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് അല്ല, ദൈവം കറുത്ത മുടി തന്നു, പിന്നെ ദൈവം അത് വെളുപ്പിച്ചു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് അമ്മ ഒത്തിരി നാളും അമ്മയ്ക്ക് നരച്ചത് അല്ലെ മുടി. പക്ഷെ ആ ഒരു നര എനിക്കും വരും തോന്നല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദന ഹെയർ ഓയിലിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറോട് വിളിച്ച് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്പർ ഞാൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, വിളിച്ച് അന്വേഷിക്കുക, വാങ്ങി ഉപയോഗിക്കുക. നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്കതൊരു ഗുണമായതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഒന്ന് പറയാം അല്ലെ. കാരണം പല സാധനങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനം പാരഫിനും അതും ഇതെല്ലാം ചേർന്ന് നമുക്ക് ഒരിക്കലും തല തേക്കാൻ പോലും കൊള്ളത്തില്ല. ഞാൻ പറയാം അമ്മയുടെ കറി വെക്കാൻ പോലും എണ്ണ ഇപ്പൊ ഉപയോഗിക്കരുത് എന്നാ പറയാറ്. അപ്പൊ ആ അവസ്ഥ ആയതുകൊണ്ടാണ് ഇത് പ്യൂറായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന തേങ്ങയൊക്കെ അവര്
പ്രോപ്പർ ആയിട്ട് ചെയ്തെടുക്കുന്ന ഓയിലൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ മരുന്നുകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ അന്വേഷിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഹസൻ ഡോക്ടറാണ്, ശാന്തി ആയുർവേദിക്സിലെ ഡോക്ടറാണ്. നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, വീഡിയോയിലും കൊടുക്കാം. നിങ്ങൾ വിളിക്കുക, കൺസൾട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ നന്ദന ഹെയർ ഓയിലിനെ പരിചയപ്പെടുത്തി ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലെ. അപ്പൊ നമ്മുടെ താരനും മുടികൊഴിച്ചിലും നിങ്ങൾക്ക് എല്ലാവർക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.